بسم الله الرحمن الرحيم. السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഇവിടെ ഇസ്ലാഹി സെൻ്ററിൽ ഇങ്ങനെ ഒന്നുകൂടി നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഇസ്ലാഹി സെൻ്ററിൽ ഒരുമിച്ച് കൂടുന്ന ആളുകളുടെ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഖുർആനിൽ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഉത്തമ സമൂഹമാണ് നിങ്ങൾ എന്നാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത്തിൽ ലിന്നാസ്. ഉഖ്രിജത്തിൽ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിപ്പിക്കപ്പെട്ട ഏറ്റവും നല്ല ഒരു സമൂഹം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്നതാണ് ഞാൻ അടിവരയിടുന്നത്. ഇസ്ലാമിക സമൂഹം ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിയോഗിച്ചതാണ്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി അള്ളാഹു തആല നിയോഗിച്ച ഒരു സമൂഹമാണ് നിങ്ങൾ എന്ന് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനോടാണ് പറയുന്നത്. ഒരു പ്രബോധക സംഘം എന്ന നിലയിൽ ഈ ഇസ്ലാഹി സെൻ്ററും ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്ന ആളുകളും അള്ളാഹുവിൻ്റെ ആ കൽപ്പന ഞങ്ങളോടാണ്, എന്നോടാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മതജീവിതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ മതത്തിൻ്റെ വിശ്വാസങ്ങൾ ഉൾക്കൊണ്ട് ആരാധനാരീതികൾ നിർവഹിച്ചുകൊണ്ട് വ്യക്തിപരമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ പോകുന്ന കുറേ ആളുകളുണ്ട്. അവരെക്കുറിച്ച് അവരും അവരല്ലാത്തവരും ഒരു മതജീവിതം നയിക്കുന്ന ആളാണെന്നോ മതഭക്തനാണെന്നോ ഒക്കെ പറയാൻ അത് മതിദാനം. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വിശ്വാസം ഉൾക്കൊണ്ട ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം കൊണ്ട് ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ലഭിക്കേണ്ട നന്മകളെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ച ഈ ഖുർആനിക വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നമ്മളറിയണം. ഈ കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ട് കാലത്തിനിടക്ക് മതസമൂഹങ്ങളിലുണ്ടായിട്ടുള്ള സന്തോഷകരമായ ഒരു മാറ്റം മതരംഗം സജീവമായി എന്നതാണ്. ആരാധനാ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമുണ്ടായി, മതത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായി, മതം സ്വീകരിക്കുന്ന വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ വളരെ കൂടുതൽ അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയുണ്ടായി. അത് ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രമല്ല, മുസ്ലിങ്ങളിലും ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മറ്റുള്ളവരിലുമൊക്കെ തന്നെ അങ്ങനെയുള്ള ഒരു മാറ്റം കുറേ കാലമായി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യം, മതം വിശ്വാസരംഗത്തും ആരാധനാരംഗത്തും വ്യതിരിക്തമായി നിൽക്കുമ്പോൾ തന്നെ ധാർമ്മികതയുടെ രംഗത്ത് മതത്തിൻ്റെ സ്വാധീനം കുറയുന്നു എന്നതാണ്. മതത്തിൻ്റെ സ്വാധീനം കുറയുന്നു. ഇപ്പോൾ മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ, മുൻ തലമുറയിലുള്ള മതവിശ്വാസികൾ, അവർ മതത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ഉള്ള ആളുകൾ അത്രയൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, പൊതുജനം സാധാരണ ആളുകൾ. പക്ഷേ അവർക്ക് മതം നൽകുന്ന ധർമ്മബോധം ഇന്നത്തെക്കാളേറെ ഉണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. പടച്ചവനെ പേടി എന്ന് പറയുന്ന ധാർമ്മികത നിലനിർത്തുവാനുള്ള ഇതെൻ്റെ ബാധ്യതയാണ് എന്ന് സ്വയം തോന്നുന്ന ഒരവസ്ഥ, അത് ഈ മതത്തിൻ്റെ കാര്യങ്ങൾ ഇത്രയേറെ വ്യാപൃതമാകുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു വശമാണ്. അപ്പോൾ നമുക്കിപ്പോഴും ആവശ്യം മനുഷ്യരിൽ മൂല്യങ്ങൾ, ധാർമ്മികത വളർത്തിയെടുക്കുന്നതിന് മതം സ്വാധീനിക്കണം എന്ന ഒരു സന്ദേശം പ്രഖ്യാപിക്കുകയാണ്. അതില്ലെങ്കിൽ പിന്നെ ഭൗതിക ആവശ്യങ്ങളുടെ കൂട്ടത്തിലാണ് മതം വരിക.
എന്തെങ്കിലും ഇങ്ങനെ മതവും മതകാര്യങ്ങളൊക്കെ ആയി നടന്നിട്ട് അതിവിടെ ഒരു അംഗീകാരത്തിന് അല്ലേ? ചില ആളുകൾ പറയല്ലോ, ഇതിൽ വിശ്വാസവും കാര്യമൊന്നുമില്ലെങ്കിലും ഒരു സുഖം മതത്തിൻ്റെ കൂടെ നിൽക്കലാന്നാണ്. അപ്പോൾ നാട്ടിലൊക്കെ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട്. സ്വന്തം ഒറ്റയ്ക്കാണെങ്കിൽ നിസ്കരിക്കൊന്നുമില്ല, പക്ഷേ ആൾക്കാരെ കൂടെ നിസ്കരിക്കും. ഒറ്റയ്ക്കാകുമ്പോൾ നോമ്പെടുക്കൊന്നുമില്ല, പക്ഷേ നോമ്പെടുക്കുന്ന ആൾക്കാർ കൂട്ടത്തിൽ വരുമ്പോൾ നോമ്പെടുക്കും. കാരണം അതാണൊരു സുഖം. അതതിൻ്റെ കൂടെ നിന്ന് കൊടുക്കൽ, വെറുതെ ഇതിനെ എതിർത്ത് അതിനോട് കച്ചറുണ്ടാക്കി ഒന്നും നിൽക്കേണ്ടയില്ലല്ലോ എന്നാണ്. അത് ഒരു സാമുദായികതയാണ്, അത് മതമല്ല. അപ്പോൾ സാമുദായികതയാണോ വളർന്നത് അല്ല മതമാണോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളിൽ വളരുന്നത് സാമുദായികതയാണ്. അപ്പോൾ സാമുദായികത വളർന്നു വരുമ്പോൾ പിന്നെ സമുദായങ്ങൾ തമ്മിലുള്ള മത്സരങ്ങളിൽ അത് വർഗീയതയാവും. അപ്പം മതത്തിൻ്റെ പ്രചരണം ഇത്ര ശക്തമായിട്ടും മതം നൽകുന്ന സ്നേഹം പ്രചരിച്ചില്ലല്ലോ, മതം നൽകുന്ന വിട്ടുവീഴ്ച പ്രചരിച്ചില്ലല്ലോ, മതം ജനങ്ങൾക്ക് നൽകുന്ന പരസ്പര ബഹുമാനം പ്രചരിച്ചില്ലല്ലോ. അപ്പം മതം പ്രചരിക്കുന്നതിനനുസരിച്ച് മതകാര്യങ്ങൾ വളരുന്നതിനനുസരിച്ച് വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ സ്നേഹവും ബഹുമാനവും പരസ്പര വിശ്വാസവും വരണം. ഒരേ സമൂഹത്തിൽപ്പെട്ട ഒരേ മതത്തിൽപ്പെട്ട വിവിധ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഏത് പ്രദേശത്തും കാണാൻ സാധിക്കും. മുസ്ലിങ്ങളിൽ അല്ല ഹിന്ദുക്കളിൽ ക്രിസ്ത്യാനികളിലൊക്കെ തന്നെ അടിസ്ഥാനപരമായി ഒരേ വേദഗ്രന്ഥവും ഒരേ വിശ്വാസവും ഉൾക്കൊള്ളുന്ന, എന്നാൽ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്ന ആളുകൾ. അവർക്കിടയിൽ ഒന്നുകിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഒരേ മതത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾക്കിടയിൽ പോലും മതം നൽകുന്ന സന്ദേശം, പരസ്പര ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനം, അന്യനോടുള്ള ഇഷ്ടം, മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന ആഗ്രഹം, ഇങ്ങനെയുള്ള മതത്തിൻ്റെ നന്മകൾ വളരുന്നില്ല എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ്. ഇത് ഞാൻ സാന്ദർഭികമായി ഇപ്പം പറയുന്നതിന് ഒരു പശ്ചാത്തലവും കൂടിയുണ്ട്. അവിടെ സൂചിപ്പിച്ച പോലെ ഞാൻ വരുന്നത് ഇപ്പോഴ് ഡൽഹിയിൽ നിന്നാണ്. ഈ 9-ാം തീയതി 2 ദിവസം മുമ്പ് 8-ാം തീയതിയും 9-ാം തീയതിയും ഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇസ്ലാഹി മൂവ്മെൻറ്റ് സംഘടിപ്പിച്ചിരുന്ന ഒരു നാഷണൽ മുസ്ലിം മൈനോറിറ്റി എഡ്യൂക്കേഷണൽ കോൺഫറൻസ് എന്ന പേരിൽ നമ്മൾ സംഘടിപ്പിച്ച ഒരു വലിയ, അതിൻ്റെ അർത്ഥം കൊണ്ടും ആശയം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സമ്മേളനം കഴിഞ്ഞാണ് ഞാൻ വരുന്നത്. ആ സമ്മേളനത്തിൽ ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ആ പ്രതിനിധികൾ പ്രത്യേകിച്ച് കേരളത്തിന് പുറമെ നിന്ന് അധികവും ഉത്തരേന്ത്യയിൽ നിന്നും ഈ കിഴക്കൻ സംസ്ഥാനങ്ങളായ ബീഹാർ, ബംഗാൾ, അങ്ങനെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകൾ. അപ്പോൾ ഇവരെ നമ്മൾ അവരുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, അവിടങ്ങളിൽ പല സ്ഥലങ്ങളിലും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളല്ലാത്തവരെക്കുറിച്ച് അറിയില്ല. കാരണം മുസ്ലിം ഗ്രാമങ്ങളിലാണ്, ഹിന്ദുക്കൾ ഹിന്ദു ഗ്രാമങ്ങളിലാണ്, മുസ്ലിം ഗല്ലികളിലാണ്, ഹിന്ദുക്കൾ ഹിന്ദു ഗല്ലികളിലാണ്. ഇതാണ് ഒരുപാട് പ്രദേശങ്ങളിൽ, ഡൽഹിയിൽ പോലും ബോംബെയിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്ന അനുഭവം. അപ്പോൾ ഇവിടെ മറ്റുള്ളവർ ആരാണെന്നും അവരുടെ വിശ്വാസം എന്താണെന്നും അവരുടെ ഫിലോസഫി എന്താണെന്നും അറിയാൻ അവരല്ലാത്തവർക്ക് അവസരമില്ല. ആ ഒരു സമൂഹത്തിൽ ആളുകൾ വളർത്തിയെടുക്കുന്നത് തികച്ചും സാമുദായികതയായി പോകുന്നു. അവർ പലരും പറഞ്ഞു, നമുക്ക് ഒന്നിച്ചിരുന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ഒന്നിച്ചിരിക്കണമെന്ന് പോലും അഭിപ്രായപ്പെടാൻ വേദികളില്ല. നമ്മൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുണ്ട് എന്ന് വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിൽ പറയാനുള്ളൊരു വേദി പോലും ലഭ്യമല്ല എന്ന്. ഇന്ന് നമ്മൾ നോക്കിയാൽ അറിയാം, മുസ്ലിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയും ഇസ്ലാമിൻ്റെ അന്തസ്സിന് വേണ്ടിയും പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. വരും തലമുറയുടെ നല്ല ജീവിതത്തിന് വേണ്ടി പണിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. മതത്തിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മത നേതൃത്വത്തെ പിന്തിരിപ്പിക്കേണ്ടത്, അങ്ങനെ ഒരുപാട് പണികൾ ചെയ്തു തീർക്കാൻ ഈ സമൂഹത്തിനുണ്ട്. പക്ഷേ ഒരു അജണ്ട നിർണയിച്ചുകൊണ്ട്, പ്രയോറിറ്റി നിർണയിച്ചുകൊണ്ട് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുവാൻ പലപ്പോഴും അവസരമുണ്ടാകുന്നില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത്തരം ആലോചനകളെ ഹൈജാക്ക് ചെയ്തു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് അതിലേക്ക്
ഒരു മനസ്സ് വരുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇസ്ലാഹി സെൻറ്റർ എന്നതുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഒരാസ്ഥാനം എന്ന നിലയിൽ ഇസ്ലാഹ് എന്ന പദം ഖുർആനിൽ വന്നൊരു പദമാണല്ലോ. ഇൻ യുരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതാഅതു. ആ ഇസ്ലാഹ് നന്മയാണ്, നന്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു വാക്കാണത്. ഇസ്ലാഹി എന്ന വാക്കിന് ഭാഷാപരമായ മറ്റൊരർത്ഥം കേടുവന്നതിനെ നന്നാക്കുക എന്നാണ്. റിഫോം എന്നുള്ളതിന് അറബിയിൽ ഉപയോഗിക്കുന്നത് ഇസ്ലാഹ് എന്നാണ്, റിഫോമേഷൻ. ഇപ്പോൾ നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേന്ദ്ര മൈനോറിറ്റി അഫയേഴ്സിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ റഹ്മാൻ ഖാൻ സാഹിബ് പറഞ്ഞു, റിഫോം എന്ന പ്രവർത്തനം നടക്കുന്നില്ല എങ്കിൽ ഒരു സമൂഹം മുന്നോട്ട് പോകില്ല എന്നാണ്. അത് വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും മതരംഗത്തും ബിസിനസ് രംഗത്തും എല്ലാ രംഗത്തും റിസർച്ച് ഉണ്ടാകണം, റിസർച്ചിൻ്റെ ഫലമായുള്ള റിഫോം പ്രവർത്തനങ്ങൾ ഉണ്ടാകണം, ആവിഷ്കരണങ്ങൾ ഉണ്ടാകണം, പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകണം, പുതിയ പദ്ധതികൾ ഉണ്ടാകണം. ഇപ്പോൾ ഖുർആനിൽ തന്നെ യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ എന്ന് പ്രയോഗിച്ചിടത്ത് അൽ കിതാബ് എന്നത് ഖുർആൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഹിക്മത്ത് എന്താണ്? ഹിക്മത്തിൽ ആദ്യമായി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങളാണ്. പിന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പ്രായോഗികതയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ സമൂഹത്തിന് കാലദേശ വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള അത് നടപ്പിലാക്കുമ്പോൾ ആവശ്യമായ നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ ഹിക്മത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഈ അറേബ്യൻ രാജ്യത്ത് ഉള്ള ഒരു സാഹചര്യമല്ലല്ലോ ഇന്ത്യൻ സാഹചര്യമല്ലല്ലോ ഒരു പാശ്ചാത്യൻ രാജ്യത്തുള്ള സാഹചര്യം. പക്ഷേ ദീനിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഒന്നാണ്. എന്നാൽ അത് പ്രയോഗവൽക്കരിക്കുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലുമുള്ള മുൻഗണനാക്രമങ്ങളും അത് നടപ്പിലാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിലൊക്കെ തന്നെ ഒട്ടേറെ ഗവേഷണങ്ങളും ഇജ്തിഹാദുകളും ആവശ്യമായി വരും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ ആവശ്യതകൾ അംഗീകരിച്ചുകൊണ്ടും സമൂഹത്തിലെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ടും സമൂഹത്തിന് ദിശാബോധം നൽകുവാനുള്ള ഒരു ബോധവും ശക്തിയും വീക്ഷണവും സമൂഹത്തിൽ വളർത്തിയെടുക്കുക എന്നതാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയം. ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ ഓരോ സംസ്ഥാനത്തിലും ഓരോ വില്ലേജിലും അവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥയും അവരുടെ ആവശ്യവും അവരുടെ പ്രശ്നങ്ങളും ഓരോന്നാണെന്നാണ്, ഓരോ കാര്യങ്ങളാണ് എന്നാണ്. ഇപ്പോൾ നമ്മൾ പറയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുസ്ലിങ്ങളുടെ അനുപാതം വളരെ കുറവാണ് എന്നും നമ്മൾ പഠനം നടത്തി പറയുന്ന ഒരു കാര്യമാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ശതമാനം 15% മുസ്ലിങ്ങൾ 1% പോലുമില്ല, ഉയർന്ന ഉദ്യോഗങ്ങളിൽ അത്രയുമില്ല എന്നൊക്കെ. ആരോടാ പറയുന്നത്? ഒരു നഴ്സറി സ്കൂൾ പോലുമില്ലാത്ത വില്ലേജിലെ ആളുകളോട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ. അവിടെ ആവശ്യം പ്രാഥമിക വിദ്യാഭ്യാസമാണ്. 25 കൊല്ലം കഴിഞ്ഞിട്ട് ഈ സമൂഹത്തിലെ ആളുകൾക്ക് ജോലി ലഭിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ 25 കൊല്ലക്കാലം എന്തു ചെയ്യും നമ്മൾ എന്നൊരാലോചന വേണ്ടേ? ഈ ആളുകൾക്ക് പണമുണ്ടാക്കണ്ടേ? ഈ ആളുകൾക്ക് ജോലി വേണ്ടേ? അവർക്ക് ജീവിക്കണ്ടേ? ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ നാട്ടിലെയും ഓരോ പ്രദേശത്തെയും ഓരോ ഗ്രാമത്തിലെയും അവസ്ഥകൾ വ്യത്യസ്തമായിട്ടാണ് ഒരു വലിയ രാജ്യമായ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്നതാണ്. ഇവിടെ ഈ ഇസ്ലാഹി സെൻറ്ററിൽ വരുന്ന ആളുകൾ, ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളുകളെ നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിൽ വ്യത്യസ്ത ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. ഈ വ്യത്യസ്ത ജില്ലകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളുണ്ട്, മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് കൂടുതൽ മതബോധം കിട്ടിയ സ്ഥലങ്ങളുണ്ട്, ഇസ്ലാമിക പ്രവർത്തനങ്ങൾ തീരെ നടക്കാത്ത പ്രദേശങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പോകണം, എത്രത്തോളം ആകണം, എത്ര കാലം കൊണ്ടാവണം, ഇതൊക്കെ നമ്മുടെ അജണ്ടകളിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പുതിയ തലമുറയിൽ ആശ്വാസകരമായ ഒരു കാര്യം, മതം അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ്.
ഇപ്പം എത്ര ആളുകൾ, എത്ര വ്യക്തികൾ, എത്ര സംഘങ്ങൾ, എത്ര സ്ഥാപനങ്ങൾ ഇസ്ലാമിക കാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടു കൂടി പോകുന്നുണ്ടെന്നറിയാം. എല്ലാവരും സജീവമാണ്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തന്നെ. പക്ഷെ നമ്മൾ ഭയപ്പെടുന്ന ഒരു കാര്യം, കുറേ കഴിയുമ്പോൾ ഈ രംഗത്ത് സജീവമായ ആളുകളെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇമേജാണ്. ഇമേജ് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഖുർആനിലൊക്കെ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിനും അവൻ്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ് ഇസ്സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ദീൻ കൊണ്ടുണ്ടാകുന്നൊരു സംഗതി തന്നെയല്ലേ മുഅ്മിനീങ്ങളുടെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ. റസൂലിൻ്റെ ഇസ്സത്തും അതാണല്ലോ. അപ്പോൾ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ പ്രവാചകൻ, ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുന്ന മുസ്ലിങ്ങൾ, ഈ മുസ്ലിങ്ങൾക്ക് പ്രവാചകന് അള്ളാഹുവിനാണ് ഇസ്സത്ത് എന്ന് നമ്മോട് പറയുമ്പോൾ ആ ഇസ്സത്തുള്ള സമൂഹം എവിടെ എന്നതൊരു ഒരു പ്രശ്നമാണ്. ആ ഇസ്സത്തുള്ള ഒരു സമൂഹം, ഇസ്സത്തുള്ള ഒരു സമൂഹത്തിൻ്റെയും ഇസ്സത്തുള്ള ഒരു സംഘത്തിൻ്റെയും ഇസ്സത്തുള്ള ഒരു സ്ഥാപനത്തിൻ്റെയും കൂടെ നിൽക്കാൻ മാത്രമേ എല്ലാ കാര്യത്തിലും നിലവാരം കൊതിക്കുന്ന പുതിയ തലമുറക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഇസ്ലാമിന് ഇസ്സത്തുണ്ടാകണം, മുസ്ലിങ്ങൾക്ക് ഇസ്സത്തുണ്ടാകണം, ഇസ്ലാമിക സ്ഥാപനങ്ങൾക്ക് ഇസ്സത്തുണ്ടാകണം, ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഇസ്സത്തുണ്ടാകണം. ആ ഇസ്സത്ത് മുസ്ലിങ്ങളുടെ മുമ്പിലും മുസ്ലിങ്ങളല്ലാത്തവരുടെ മുമ്പിലും തകർന്നു പോവാതിരിക്കാനുള്ള മാന്യതയും സംസ്കാരവും മുസ്ലിങ്ങളെന്ന നിലയിൽ വ്യക്തിപരമായും സാമൂഹികമായും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുമുണ്ട്. അത് കാത്തു സൂക്ഷിക്കാത്ത കാലത്തോളം നമുക്ക് ഇസ്ലാമികമായി ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഒരിക്കലും ഒരു ആദർശത്തിൻ്റെ പ്രചരണം എന്ന് പറയുന്നത് 100% ആ ആദർശവും അതിൻ്റെ തത്വശാസ്ത്രവും പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തി താരതമ്യം ചെയ്ത് സ്വീകരിക്കുന്ന ഒരവസ്ഥയൊന്നുമല്ല. കുറച്ചാളുകൾ അങ്ങനെ ഉണ്ടാകും. പക്ഷെ അധികം ആളുകളും ഒരു പ്രസ്ഥാനത്തെ അറിയുന്നത്, ഒരു മതത്തെ അനുഭവിക്കുന്നത് അത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ നിന്നാണ്, അവരുടെ സംസാരത്തിൽ നിന്ന്, അവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, അവരുമായുള്ള ഇടപാടുകളിൽ നിന്ന് ഒക്കെയാണ് ഒരാശയത്തെയോ ഒരാദർശത്തെയോ മറ്റൊരാൾ നേരിട്ട് അനുഭവിക്കുന്നത്. അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് ഇസ്ലാമിക സമൂഹത്തിനുണ്ട് എന്ന് തീർത്തു പറയാൻ കഴിയാത്ത ഒരു വിഷമാവസ്ഥ നിലനിൽക്കുന്നു എന്നത് നമ്മുടെ ഒരു സ്വകാര്യ ദുഃഖമാണ്. അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു സുന്നത്ത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബി ഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം എന്നാണ്. അല്ലാഹു തആല ഒരു സമൂഹത്തെയും അവർ സ്വയം മാറാതെ അള്ളാഹ് മാറ്റുകയില്ല എന്നാണ്. അപ്പോൾ ഈ സമൂഹത്തിലൊരു മാറ്റം വരണമെങ്കിൽ അള്ളാഹു വേണമെങ്കിൽ മാറ്റിക്കോട്ടെ എന്ന് സമാധാനിച്ചിരുന്നാൽ അള്ളാഹു മാറ്റൂല. നമ്മളിതിന് മാറ്റാൻ തയ്യാറാകുന്നുവോ അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യും. അപ്പോൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിന്, ഇസ്ലാമിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിന്, ഇസ്ലാമിക ആദർശത്തിൻ്റെ അന്തസ്സ് നിലനിർത്തുന്നതിന് നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ഓരോരുത്തരും നമ്മോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പ്രവർത്തിക്കുന്നത് കണ്ടാൽ, എൻ്റെ സംസാരം കേട്ടാൽ, എൻ്റെ സ്വഭാവം അനുഭവിച്ചാൽ മറ്റൊരാൾക്ക് എന്തു തോന്നുന്നു? ഞാൻ എന്നോട് ചോദിക്കണം, നമ്മൾ ഓരോരുത്തരോടും ചോദിക്കണം. എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഴിയുന്നത് എൻ്റെ ഭാര്യയാവാം, എൻ്റെ മക്കളാവാം, എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാവാം, എന്നെ ജോലി ചെയ്യിപ്പിക്കുന്ന എൻ്റെ മുതലാളിയാവാം, എൻ്റെ അയൽവാസികളാവാം. ഒരു അധ്യാപകനാണെങ്കിൽ അവരുടെ വിദ്യാർത്ഥികളാവാം, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളാവാം. ഇതാണല്ലോ നമ്മളിൽ ഓരോരുത്തരെയും ഏറ്റവും കൂടുതൽ കാണുന്ന ആളുകൾ. ഇപ്പം എനിക്ക് ഈ മൈക്കിൻ്റെ മുമ്പിൽ ഈ ഒരു സമ്മേളനത്തിൽ, അല്ലെങ്കിൽ ഇതുപോലെ ഇതിനേക്കാൾ ആൾ കൂടുന്ന ഒരു സമ്മേളനത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് മണിക്കൂറുകൾ പറയുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല. ഒരു പ്രഭാഷകനും പ്രയാസമുള്ള കാര്യമല്ല. ഒരു മാഗസിനിൽ, ഒരു പത്രത്തിൽ ദീർഘമായ ലേഖനം എഴുതാൻ പ്രയാസമല്ല. ഇസ്ലാമിൻ്റെ സുന്ദരമായ, മനോഹരമായ, മധുരം നൽകുന്ന സന്ദേശങ്ങൾ നൽകാൻ. പക്ഷേ ഈ സന്ദേശങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ വായുവിൽ ലയിച്ചു ചേരുന്ന ശബ്ദങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എഴുതിത്തള്ളുന്ന വരകൾ കൊണ്ടോ ഒന്നുമല്ലല്ലോ ആളുകൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക. ആളുകൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുക മക്കൾക്ക് പിതാവിൽ നിന്ന്, ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന്, ഭർത്താവിന് ഭാര്യയിൽ നിന്ന്, അധ്യാപകർക്ക് വിദ്യാർത്ഥികളിൽ നിന്ന്, വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്ന്, ഇങ്ങനെ ഇടപഴകുന്ന ആളുകളിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ പിതാവ് ഒരു മുസ്ലിമാണ് എന്ന് മക്കൾക്ക് ബോധ്യം വരുന്നത് ആ പിതാവിൻ്റെ ഇസ്ലാമിക ജീവിതത്തിൽ നിന്നാവണ്ടേ? തിരിച്ചും
ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അങ്ങനെ നമ്മൾക്കെല്ലാവർക്കും നമുക്ക് ഇസ്ലാം അനുഭവപ്പെടുന്നു എന്ന് ഇസ്ലാമിക സമൂഹത്തിലെ ഒരാളെ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടണ്ടേ? ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകും. അത് രണ്ട് വ്യക്തികൾക്ക് ഒരുപോലെ ചിന്തിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഫലമായി ഉണ്ടാവുന്നതാണ്. രണ്ട് വ്യക്തികൾ രണ്ടാളുകളല്ലേ, രണ്ട് അഭിപ്രായമല്ലേ, രണ്ട് ആഗ്രഹങ്ങളല്ലേ, രണ്ട് തീരുമാനങ്ങളല്ലേ ഒക്കെ ഉണ്ടാകാമല്ലോ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് ശരിയാണ് എന്ന് തോന്നുന്നത് കൊണ്ടും വിശ്വസിക്കുന്നത് കൊണ്ടുമാണ്. നിങ്ങൾക്കൊരാൾക്ക് അത് ശരിയല്ല എന്ന് തോന്നാനുള്ള സ്വാതന്ത്ര്യം ഞാൻ വകവെച്ച് കൊടുക്കുന്നില്ല എങ്കിൽ, ഞാൻ എൻ്റെ ബുദ്ധിക്ക് നൽകുന്ന ബഹുമാനം മറ്റൊരുത്തന് നൽകുന്നില്ല എങ്കിൽ അത് നീതിയാവില്ലല്ലോ. അപ്പോൾ മിനിമം ആളുകളുടെ ബുദ്ധിയും ആളുകളുടെ അറിവും ബഹുമാനപൂർവ്വം അംഗീകരിക്കുക എന്ന ഒരു സംസ്കാരം ഉണ്ടായാൽ കലഹിക്കാതെ നമുക്ക് ദീനിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. കലഹമുണ്ടാകുന്നത് മറ്റൊരുത്തൻ്റെ അറിവിനെയോ അയാളുടെ ചിന്തയെയോ അഭിപ്രായത്തെയോ നിഷേധിക്കുന്നത് കൊണ്ടാണ്. ഇത് മതരംഗത്ത് മാത്രമല്ല കേട്ടോ, കുടുംബ കലഹങ്ങൾ പോലും അങ്ങനെയല്ലേ. ഇവ രണ്ട് സഹോദരങ്ങൾ, അത് രണ്ടാളുകളാണല്ലോ, ഭാര്യയും ഭർത്താവും രണ്ടാളുകളാണല്ലോ. ഇപ്പം രണ്ടാളുകൾക്ക് വ്യത്യസ്ത രൂപത്തിൽ ചിന്തകളും ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകും എന്നതാണ് ആലോചനാ വിഷയമാകേണ്ടത്. അങ്ങനെ ആലോചിക്കാതിരിക്കുമ്പോൾ സംഘർഷങ്ങളുണ്ടാകും, സംഘട്ടനങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം മതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണല്ലോ. വിശ്വാസമാണ് മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈമാൻ. പിന്നെയാണ് അമല് വരുന്നത്. അപ്പോൾ ഈ വിശ്വാസ കാര്യങ്ങളിൽ ആളുകൾക്ക് ബോധം നൽകുന്നത് എന്താ? ദീനിൽ നമുക്കറിയാം വിശ്വാസമുണ്ട്, ആരാധനയുണ്ട്, അഖ്ലാഖുണ്ട്, ഇടപാട് നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിൽ വിശ്വാസ കാര്യങ്ങൾ ഖുർആനിൽ വന്നത്, സഹിയായ ഹദീസുകളിൽ വന്നത് അങ്ങനെ വിശ്വസിക്കുക എന്നുള്ളതാണ് കരണീയം അതായിട്ടുള്ളത്, സാധ്യമായിട്ടുള്ളത്. ഇപ്പോൾ പരലോകത്ത് സ്വർഗമുണ്ടാകും, നരകമുണ്ടാകും, മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട് എന്നൊക്കെ പറയുമ്പോഴേ അത് ഖുർആനിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഹദീസിലുള്ളത് കൊണ്ടാണ്. ഖുർആൻ ശരിയാണോ, ഖുർആൻ വിശ്വസിക്കേണ്ടതാണോ എന്ന് 100 വട്ടം നമുക്ക് ആലോചിക്കാം. അതിൻ്റെ അമാനുഷ്യതയെക്കുറിച്ച്, അതിൻ്റെ ചരിത്രത്തെ, സാഹിത്യത്തെക്കുറിച്ച്, അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്. പക്ഷേ ഖുർആൻ ദൈവികമാണ് എന്ന് ബോധ്യം വന്നാൽ പിന്നെ അതിലുള്ളത് മുഴുവൻ വിശ്വസിക്കല. അതേമാതിരി തന്നെ ഇബാദത്തുകളും. എന്താ ശാസ്ത്രം? ളുഹ്ർ നമസ്കാരം 4 റക്അത്താണ്, മഗ്രിബ് 3 റക്അത്താണ്, സുബഹി 2 റക്അത്താണ്. ഇതിലെന്താ ശാസ്ത്രം? നമ്മൾ ഇസ്ലാം ശാസ്ത്രീയമാണ്, ബുദ്ധിപരമാണ് ഒക്കെ പറയുന്നത് ശരി, അതിനൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇതിനെന്താ ശാസ്ത്രം? ഇനി നമ്മളൊരു ശാസ്ത്രം കണ്ടുപിടിച്ചുണ്ടാക്കിയാൽ അത് തന്നെയാണ് എന്ന് ആരാ പറയുക? ഇപ്പോൾ റമദാൻ മാസത്തിലാണ് നോമ്പെടുക്കേണ്ടത്, എന്തുകൊണ്ട് അത് ഷവ്വാലിലായിക്കൂടാ, ഷാബാനിലായിക്കൂടാ, ജുമാ വെള്ളിയാഴ്ച ദിവസം എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന് ചോദിച്ചാൽ ഇതിന് പറയാം അത് ഇസ്ലാമിൻ്റെ നിർണയിച്ചിട്ടുള്ള സംഗതികളാണ്. അതങ്ങനെയാണ് എന്നാണ്, അത് തൗഖീഫിയാണത്, അള്ളാഹ് നിശ്ചയിച്ചത് അങ്ങനെയാണ് എന്നതാണ്. അപ്പോൾ ദീനിൻ്റേതായ ഇത്തരം കാര്യങ്ങളെ, വിശ്വാസവും ആരാധനയും തുടങ്ങിയ കാര്യങ്ങളിൽ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം അംഗീകരിച്ചു പോരുന്ന നമ്മൾ, അങ്ങനെ തന്നെയാണ് അത് വേണ്ടതും. ഈ കാര്യത്തിൽ പഠനവും ഗവേഷണവും ചിന്തയും മനുഷ്യനിൽ വർദ്ധിക്കും തോറും അവന് അള്ളാഹുവിനോടുള്ള ഭക്തിയും ബഹുമാനവും കൂടിക്കൂടി വരും. അള്ളാഹുവിനോടുള്ള ഭക്തിയും ബഹുമാനവും നമുക്ക് കൂടിയാൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ടാകും. ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഒരു സൃഷ്ടിയെ അവമതിക്കുന്നതും ആ സൃഷ്ടിയെ തള്ളിക്കളയുന്നതും ശരിക്ക് സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഖുർആനിൽ വലഖദ് കറംനാ ബനി ആദം, അല്ലാഹു തആല മനുഷ്യരെ ആദരിച്ചു എന്ന് പറയുന്നു. ആദമിൻ്റെ മക്കളെ, ബനു ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എങ്കിൽ എൻ്റെ കൂട്ടത്തിലല്ല ഇവൻ എന്ന് വെച്ചിട്ട് ഞാൻ അവനെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? എന്നാൽ ഇപ്പം എന്താ സംഭവിക്കുന്നത്? അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, മതരംഗത്തും പോലും സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാൾ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പിഴച്ചുപോയി എന്നിരിക്കുക, നമുക്കും അറിയാം, കേൾക്കുന്നവനും ഒക്കെ അറിയാം അയാൾക്ക് പിഴച്ചതാണ്. ഇപ്പം എന്താ സംഭവിക്കുക? ഇപ്പം അതായിരിക്കും എടുത്ത് വലുതാക്കി, അല്ലേ? പിന്നെ അതിൻ്റെ പ്രചരണമാകും. അയാളതിന് പടച്ചവനോട് മാപ്പ് പറഞ്ഞാൽ പോലും ഇത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വഭാവരംഗത്ത് തകർച്ചയുണ്ടാകുന്നു. വിശ്വാസത്തിൻ്റെ ഫലമായി മനുഷ്യൻ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ പോകുന്നു.
ചില കാര്യങ്ങളിൽ മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി കൊടുക്കാനുള്ള ഒരു പ്രചോദനം പോലും ആളുകൾക്കില്ലാതെ പോകുന്നു. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദ്യപിച്ചു വന്ന ഒരു സഹാബി ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മദ്യപിച്ചെത്തിയിട്ട് ശിക്ഷ നടപ്പാക്കി വീണ്ടും മദ്യപിച്ചപ്പോൾ വേറെ സഹാബികൾ പറഞ്ഞു, അയാളെ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങനെ പറയരുത്. എന്താ? ഇന്നഹു യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അദ്ദേഹം അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് പറയാം. ഇത് അയാൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. അത് വിചാരിച്ച് അയാളെ പടച്ചോനോടുള്ള സ്നേഹത്തെയോ ഇസ്ലാമിനോടുള്ള ബന്ധത്തെയോ നിഷേധിക്കാൻ പറ്റുമോ? അയാൾക്കൊരു തെറ്റുപറ്റിപ്പോയി എന്നത് സമ്മതിച്ചു കൊടുക്കുകയും അയാൾക്ക് അള്ളാഹുവിങ്കൽ സ്വീകാര്യതയുണ്ടാകാൻ നമ്മളും കൂടി സഹായിച്ചു കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ എന്തുമാത്രം വലിയൊരു സംഗതിയാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരും എന്ന വിവരം ഒരു സഹാബി എഴുതിയിട്ട് ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്ത് ആ സ്ത്രീ മുടിക്കട്ടിൽ വെച്ച് ആ വിവരവുമായി പോരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയി കിട്ടി. ഇങ്ങനെ ഒരു ഒറ്റുകൊടുക്കൽ പരിപാടി അത് കണ്ടുപിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളെ അയച്ചു. ആ എഴുത്ത് പുറത്തെടുത്തു. ആരാണ് എഴുതി കൊടുത്തത്? ഹാത്തിബ് ഇബ്നു അബീ ബൽത എന്ന് പറയുന്ന സഹാബി. എന്നിട്ട് ആ സഹാബിയെ എന്തു ചെയ്യും? വലിയൊരു കുറ്റമല്ലേ? അദ്ദേഹത്തിനെതിരെ ശിക്ഷ നടപ്പിലാക്കുവാൻ മറ്റു സഹാബികൾ ധൃതിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്നഹു ഷഹിദ ബദ്റൻ, ഇന്നഹു ഷഹിദ ബദ്റൻ, ബദറിൽ പങ്കെടുത്ത സഹാബിയാണെന്ന. ഇത് അദ്ദേഹത്തിനൊരു തെറ്റുപറ്റി. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബിമാരിൽ നിന്ന് വരുന്ന തെറ്റുകളെ അവർ ചെയ്തിട്ടുള്ള നന്മകളെ അംഗീകരിച്ചുകൊണ്ട് പൊറുക്കാനും സഹിക്കാനും മാപ്പ് ചെയ്യാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ പഠിപ്പിച്ചത്. ആ ഒരു സംസ്കാരം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ദീനിന് വർക്ക് ചെയ്ത് എത്രയോ ആളുകളില്ലേ? ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് പണിയെടുക്കുന്ന ആളുകളില്ലേ? ചില അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. ആ അബദ്ധത്തെ പർവ്വതീകരിച്ചും വലുതാക്കിയെടുത്തും ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അതിനെതിരെ നിങ്ങൾ ശൈത്താനെ സഹായിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യഭിചരിച്ച് വന്നിട്ടുള്ള ഒരു സ്ത്രീയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര തവണയാണ് മടക്കി അയച്ചത്? അത് തോന്നിയതാവെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അല്ല എങ്കിൽ എന്നാൽ നീ പ്രസവിച്ചിട്ട് വാ എന്ന് പറഞ്ഞു. അവർ പോയി, പിന്നെയും പ്രസവിച്ച ശേഷം പിന്നെ വന്നു. ഇതിന് ശിക്ഷ നടപ്പിലാക്കാൻ ഏറ്റു പറയാൻ. അപ്പം പറഞ്ഞു, ആ കുഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ടില്ലല്ലോ, ഉമ്മയെ ശിക്ഷിച്ചാൽ ആ കുഞ്ഞ് കഷ്ടപ്പെടില്ലേ? അങ്ങനെ പിന്നെ ആ സ്ത്രീ ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു. കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കുന്ന റൊട്ടി തിന്നുന്ന രൂപത്തിൽ കൊണ്ടുവന്നു. എന്നിട്ടെങ്കിലും കുറ്റം ഏറ്റു പറയാണ്. അപ്പം അത്ര പിന്നാലെ വിടാതെ കൂടിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിക്ഷിച്ചിട്ടുള്ളത്. ഇപ്പം എന്താ പണി? ഇപ്പം ആളുകൾക്ക് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അത് പോയിട്ട് സൂത്രത്തിലെടുത്ത് ആളുകളെ മുമ്പിൽ കൊണ്ടുവരിക, എന്നിട്ട് ആളുകളെ മോശമാക്കി തീർക്കുക. തെറ്റ് ചെയ്യാത്ത സമൂഹം ഉണ്ടാകും. നമ്മൾ ആലോചിക്കേണ്ടേ, ആരാ തെറ്റ് ചെയ്യാത്തത്? ആരാണ് തെറ്റ് ചെയ്യാത്തത്? അല്ലേ? യേശുവിൻ്റെ ചരിത്രത്തിലുണ്ടല്ലോ, അല്ലേ? വ്യഭിചരിച്ച സ്ത്രീയെ ഒന്ന് എല്ലാവരും എറിഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞ് കല്ലുമായി വന്നപ്പോൾ ഒരൊറ്റ ഉപദേശമാണ് കൊടുത്തത്, കല്ലെറിയാം നമുക്ക്. പക്ഷെ നിങ്ങളിൽ തെറ്റ് ചെയ്യാത്തവർ കല്ലെറിയണം. ആദ്യം എറിയുന്നത് എല്ലാവരുടെ കൈയും താഴ്ന്നു പോയിന്നാ. ആരാ തെറ്റ് ചെയ്യാത്തത്? ചെറുതും വലുതുമായ തെറ്റുകൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ, കുറ്റം എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. അപ്പം തെറ്റ് ചെയ്യാത്തവരാവട്ടെ ആദ്യം കല്ലെറിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോയ പോലെ നമ്മൾ ചോദിക്കുക. ഇപ്പം നമ്മളുണ്ടല്ലോ, അയാൾ അങ്ങനെ ചെയ്തു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അവൻ അങ്ങനെ, നമ്മളെങ്ങനെയാണല്ലോ പറയുന്നത്. ആ പറയുന്ന ആളുകൾ സ്വന്തത്തോട് ചോദിക്കുക, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലേ? എനിക്കൊരു അബദ്ധവും പറ്റിയിട്ടില്ലേ? എൻ്റെ ജീവിതത്തിൽ യാതൊരു വേണ്ടാത്തതും വന്നിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു സംസ്കാരം, തെറ്റ് ചെയ്തു പോയ ഒരു സഹോദരന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള നന്മകളെ നമ്മൾ അംഗീകരിക്കുക. തെറ്റ് അള്ളാഹുവും അദ്ദേഹവും തമ്മിലായിക്കോട്ടെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിക്കൊണ്ടുവന്ന സഹാബത്തിൻ്റെ ജീവിത രീതി. അത് പോയില്ലേ? അത് പോയിട്ട് എവിടെ എത്തിയെന്നറിയോ? പല കാരണങ്ങൾ കൊണ്ടും. ബിസിനസ് താല്പര്യങ്ങൾ കൊണ്ടുണ്ടാകും. ഒരാളെ അടിച്ചമർത്തിയാൽ മറ്റൊരാൾക്ക് ഉയർന്നു വരാൻ. രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടാകും. ഒരൊറ്റ പാർട്ടിയിൽ നമുക്കറിയാം ചില ആളുകൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് കൊടുക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ 5 കൊല്ലം മുമ്പ് ആ മനുഷ്യനെ ബ്ലാക്ക് മെയിൽ ചെയ്തു തുടങ്ങും.
സ്ത്രീപീഡനം ഉണ്ടാക്കും, സാമ്പത്തിക ആരോപണം ഉണ്ടാവും, അതിന് മറ്റേ വിക്കിലിക്സ് ഉണ്ടാകും, എല്ലാ സാധനവും ഉണ്ടാവും. എന്താണ് പ്രശ്നം? ഒരാളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. മതരംഗത്തും അത് സംഭവിക്കുന്നില്ലേ? ഉണ്ടല്ലോ. എന്നിട്ട് ഇല്ലാത്ത അർത്ഥം കൊടുത്ത്, ഇപ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം കൊടുക്കേണ്ടത് ഞാൻ തന്നെ, വേറൊരാളല്ല. ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് വേറെ മനസ്സിലായിട്ടില്ല, ഞാൻ ഇത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതുപോലെ നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം, മറ്റൊരർത്ഥം തോന്നിയിട്ടുണ്ട്, ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത്, നിങ്ങളാണ് പറയേണ്ടത്, വേറൊരുത്തനല്ല. ഇതൊക്കെയാണ് ഇസ്ലാമിൻ്റെ കൾച്ചർ എന്ന് പറയുന്നത്, എൻ്റെ സംസ്കാരം. ആ സംസ്കാരം പോയപ്പോൾ മത സംഘടനകൾ തമ്മിലുള്ള മത്സരങ്ങളിൽ അത് സംഭവിച്ചു. എനിക്കറിയാം, കേരളത്തിൽ ഒരു മുസ്ലിം പണ്ഡിതൻ, അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യാത്ത ചില സാധനങ്ങൾ കൊണ്ടുവന്നു. അത് പിടിക്കപ്പെട്ടു, അത് പത്രത്തിൽ വന്നു. അപ്പോൾ ആ സംഘടനയിൽപ്പെടാത്ത ചില ആളുകൾ അത് വലിയ നിലയ്ക്ക് പറയാൻ തുടങ്ങി. അന്ന് മർഹൂം KP മുഹമ്മദ് മൗലവി പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മുസ്ലിം പണ്ഡിതന് സംഭവിച്ച ഒരു അബദ്ധം, അയാൾ നമ്മുടെ കൂട്ടത്തിലല്ല എന്നതുകൊണ്ട് ആ കൂട്ടത്തിലല്ലാത്ത ഒരാൾ പ്രൊജക്റ്റ് ചെയ്താൽ ഉണ്ടാവുന്നത് എന്താണെന്നറിയോ? മുസ്ലിം പണ്ഡിതന്മാർ ഇങ്ങനെയാണ് എന്നേ ലോകത്തിന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് മറ്റിപ്പം മുസ്ലിം വിഭാഗങ്ങളെ കുറേ നമുക്ക് മനസ്സിലാവും, ക്രിസ്ത്യൻ വിഭാഗങ്ങളെ നമുക്കറിയോ, ഹിന്ദു വിഭാഗങ്ങളറിയാം. നമുക്ക് എന്താ ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, ഹിന്ദു ഇങ്ങനെയല്ലേ തോന്നുന്നത്. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്താൻ നമ്മുടെ കൂട്ടത്തിലല്ല എന്നതിൻ്റെ പേരിൽ നമ്മളൊരാളെയും മോശമാക്കാൻ പാടില്ല. മനസ്സിലായ? ഇത് ഇസ്ലാമിൻ്റെ ആവശ്യമാണ്. അങ്ങനെ നമ്മൾ ആലോചിച്ചാൽ നാം നോക്കൂ, ഇന്ന് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ആരംഭിച്ച സമയത്ത് ഉയർത്തിപ്പിടിച്ച ഒരു രൂപം, ഇപ്പോൾ AV അബ്ദുറഹ്മാൻ ഹാജിയൊക്കെ എപ്പോഴും പറയാറുണ്ട് സീതി സാഹിബിൻ്റെ വീക്ഷണങ്ങളെക്കുറിച്ച്. അദ്ദേഹം പറയും, ഞാൻ മുജാഹിദീങ്ങളോടും പറയൽ ഇതാണ്, ലീഗുകാരോടും പറയൽ ഇതാണ്. AV പറയുമായിരുന്നു. എന്നാൽ സീതി സാഹിബിൻ്റെ വീക്ഷണം എന്താ? പുരോഗമന വീക്ഷണമാണ്, അത് ശാസ്ത്രീയമാണ്, അത് മതത്തിൻ്റെ അടിസ്ഥാനമുള്ളതാണ്, സെക്കുലർ സിസ്റ്റത്തിലേക്ക് ആവശ്യമുള്ള ഒരു രാഷ്ട്രീയ ശൈലിയാണ്. അതാണ് പ്രായോഗികം എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീക്ഷണം സീതി സാഹിബിൻ്റെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെയും വക്കം മൗലവിയുടെയും ആ ഒരു കാലത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വീക്ഷണം എത്ര വിശാലമാണ്. നമുക്കിപ്പോൾ ആലോചിക്കാൻ പറ്റുമോ? മുസ്ലിം ഐക്യസംഘം കേരളത്തിൽ പ്രവർത്തിച്ച ആദ്യകാലം 920 മുതൽ 30 വരെയുള്ള സജീവമായ കാലത്ത് കേരളത്തിൽ ഒരു കാർഷിക മേള സംഘടിപ്പിച്ചിരുന്നു മുസ്ലിം ഐക്യസംഘം. ഇപ്പം നമ്മളൊരു കാർഷിക മേള സംഘടിപ്പിച്ചാൽ നമ്മളെ ആൾക്കാർ തന്നെ പറയും, അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമൊന്നുമല്ല, അതിന് ഗവൺമെൻറ്റിൻ്റെ അവരുണ്ട് അല്ല മറ്റേതുണ്ടെന്ന് പറയില്ലേ? അതാണ് ആ ഉയർന്ന വീക്ഷണം. കേരളത്തിൽ ഇപ്പോഴാണ് നമ്മൾ പരിസ്ഥിതിവാദവും കാർഷിക വിപ്ലവമൊക്കെ പറയുന്നത്. കേരളത്തിൽ അന്ന് 920കളിൽ ഒരു കാർഷിക പ്രദേശമായ കേരളത്തിലെ കർഷകർക്ക് മാർഗദർശനം നൽകാൻ വേണ്ടിയിട്ട് കേരള മുസ്ലിം ഐക്യസംഘം കാർഷിക മേള സംഘടിപ്പിച്ചു എന്നാണ്. അതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യം എവിടം വരെ എത്തിയെന്നറിയോ? വക്കം മൗലവി സാഹിബിനെ ഇടയ്ക്കിടയ്ക്ക് ശ്രീ നാരായണ ഗുരു കാണാൻ വരുമായിരുന്നു എന്നാണ്. അവർ രണ്ടുപേരും സംസാരിച്ചിരുന്നു എന്നാണ്. അവർ രണ്ടുപേരും ഓരോ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രവർത്തിച്ചതിൽ പോലും ആ സഹകരണം ഉപകാരപ്പെട്ടിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ തമ്മിൽ സമൂഹത്തിൻ്റെയും നാട്ടിൻ്റെയും പുരോഗതിക്ക് വേണ്ടി ഒന്നിച്ചിരുന്നു കൊണ്ടുള്ള ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ എന്താണ് ഹെവാറുൽ അദിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇത് നടക്കുന്നുണ്ട്, സമ്മേളനങ്ങൾ, ഡയലോഗുകൾ. എന്താ ഈ ഡയലോഗ്? ഈ ഡയലോഗിൽ ആകെയുള്ളത് വ്യത്യസ്ത മതസമൂഹത്തിലെ നേതാക്കന്മാർ കൂടിയിരുന്നിട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്. മുസ്ലിങ്ങളിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ 23-ാം തീയതി ഉജ്ജയിനിൽ, മധ്യപ്രദേശിൽ ഇൻഡോറിനടുത്ത് ഉജ്ജയിൻ എന്ന പറയുന്ന സ്ഥലത്ത് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു. മൗലാന റാബി നദ്വിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ വിഭാഗം മുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ബോഡിയാണത്. അതിൽ അഹ്ലെ ഹദീസുണ്ട്, അതിൽ ദൈവബന്ധിലെ ഉലമാക്കളുണ്ട്, നദുവത്തുൽ ഉലമയിലെ ഉലമാക്കളുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളുണ്ട്, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ. നിങ്ങൾക്കറിയോ, ഓൾ ഇന്ത്യ അഹ്ലെ ഹദീസിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാരിൽ 1ാമത്തെ വൈസ് പ്രസിഡൻറ്റ് മൗലാന കൽബെ സാദിഖ് എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഷിയ പണ്ഡിതനാണ് ലക്നോയിലെ.
ലക്നൗവിലെ ഷിയ വിഭാഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു നേതാവാണ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിൻ്റെ വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ ഷിയാക്കളും സുന്നികളും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലപ്പോഴും കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ മുസ്ലിങ്ങളുടെ പേഴ്സണൽ ലോ നിലനിർത്തണം, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കണം, മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിന് മുമ്പിൽ അവതരിപ്പിക്കണം എന്ന് വരുമ്പോൾ സ്വയം മുസ്ലിമാണ് എന്ന് പറയുന്ന എല്ലാവരും കൂടി ഉണ്ടായതാണ് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ്. ഇസ്ലാം മുസ്ലിം എന്നതേ ഉള്ളൂ. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും, പക്ഷേ ഇസ്ലാം നിലനിൽക്കണ്ടേ ഇല്ലേ? ഒരു ചുമരുണ്ടായിട്ട് വേണ്ടേ ചിത്രം എഴുതാൻ? അപ്പോൾ ഇസ്ലാം തന്നെ നിലനിൽക്കാതെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ഓരോരുത്തരുടെയും ആഭ്യന്തര പ്രശ്നങ്ങൾ അതല്ല വലുത് ഇതിൻ്റെ നിലനിൽപ്പാണ്. അങ്ങനെ പ്രവർത്തിച്ചു പോരുന്നുണ്ടല്ലോ. റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി കഴിഞ്ഞ ഹജ്ജിൻ്റെ സമയത്ത് ഇവിടെ ഇൻ്റർനാഷണൽ സമ്മേളനം ഉണ്ടായപ്പോഴേ അതിൽ പങ്കെടുത്ത ഉലമാക്കളിൽ എന്തെല്ലാം വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഒമാനിലെ മുഫ്തി മൗലാന ഷെയ്ഖ് അഹമ്മദ് അൽ ഖലീലി, അദ്ദേഹം അബാദിയ മദ്ഹബിൻ്റെ ഒരു വലിയ പണ്ഡിതനാണ്. അത് നമ്മളെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആളുകൾ അതിനെക്കുറിച്ച് പറയൽ അവർ ഖവാരിജികളാണെന്ന്. പക്ഷേ എന്നിട്ട് അദ്ദേഹം മക്കയിൽ റാബിത്തയിൽ പള്ളിയിൽ നമസ്കരിക്കാൻ വരുമ്പോൾ ഇവിടുത്തെ വലിയ ഉലമാക്കൾ ഫളീലത്ത് ഷെയ്ഖ് എന്ന് പറഞ്ഞ അദ്ദേഹത്തോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാം നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഇമാം നിന്നില്ല, അത് വേറൊരു മര്യാദ. അങ്ങനെയുണ്ടല്ലോ, എന്നാൽ കിട്ടിയ ചാൻസിൽ ഞാനൊന്ന് നിസ്കരിച്ചാളേട്ടെ അന്ന് അദ്ദേഹം വിചാരിച്ചില്ല. അപ്പം അതാണ് അതിൻ്റെതായ ഒരു മര്യാദയുടെ ഒരു സംസ്കാരത്തിൻ്റെ വശം. അത് നിലനിർത്തുമ്പോൾ ഓരോരുത്തരും അവരുടെ ആശയങ്ങൾ ഇല്ലാതെ പോകുന്നില്ല. അതുകൊണ്ട് ആർക്കും വിശ്വാസത്തിൽ വ്യതിയാനം വരുന്നില്ല, തൗഹീദിൽ നിന്ന് മാറ്റം ഉണ്ടാവുന്നില്ല. കാരണം ഇത് പൊതുപ്രശ്നമാണ്. ഈ പൊതുപ്രശ്നത്തിൻ്റെ കൂടെ നിൽക്കുകയും ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ കാര്യങ്ങളെ അംഗീകരിച്ചു കൊടുക്കുകയും അങ്ങനെ ഒരു സംസ്കാരം വളർന്നു വന്നാൽ അല്ലേ, ഒരു മതപ്രസംഗം നടത്തണമെങ്കിൽ അവിടെ കുറേ പോലീസുകാരൊക്കെ ആദ്യം കൊണ്ടുവരണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങൾ നോക്കൂ, മതപ്രഭാഷണ വേദികൾ അതിന് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേരളത്തിൽ നമ്മൾ പോയിട്ട് പറയുന്നത് മുസ്ലിങ്ങളൊരു വയൽ നടത്തുമ്പോൾ ഹിന്ദുക്കൾ ഉപദ്രവിക്കുമെന്ന് വിചാരിച്ചിട്ടല്ല. മുസ്ലിങ്ങളൊരു കൂട്ടർ ഒരു വയൽ നടത്തിയാൽ മുസ്ലിങ്ങളിൽപ്പെട്ട വേറൊരു കൂട്ടർ വന്നിട്ട് അത് കുഴപ്പമുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒരു കൂട്ടർ ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, ഖുർആൻ ഹദീസ് ഇങ്ങനെ പറയുന്നു, ഒരാൾ പറഞ്ഞോട്ടെ, അതിന് പിറ്റേ ദിവസം വേണമെങ്കിൽ അതല്ല ശരിയെന്ന് മറ്റവർക്കും പറയാമല്ലോ. വേണമെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ലെവലിലേക്ക് വളർന്നു വന്ന സമൂഹമാണെങ്കിൽ ഒരേ വേദിയിൽ ഇരുന്നിട്ട് ഒരു ഡിസ്കഷൻ ആവാമല്ലോ. അതാണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. നമ്മൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിയിട്ട് നമ്മുടെ ഊർജവും നമ്മുടെ വിവരവും നമ്മുടെ പണവും നമ്മുടെ ആയുസ്സും തീർന്നു പോകും. കുറച്ച് കാലമേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ എന്ത് പറഞ്ഞാലും ഒരാൾക്ക് ആക്റ്റീവായി വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലം ഒരു 20-25 കൊല്ലം ഉണ്ടാവുള്ളൂ. നമ്മളിത് തുടങ്ങി ഒരു 25 കൊല്ലമൊക്കെ ആയിട്ടാണ് വയസ്സായിട്ട്. ഒരു 50 വയസ്സോ 55 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് മിക്കവാറും ആളുകൾ ക്ഷീണിച്ചു പോകും. അപ്പോൾ ഈ 25-30 കൊല്ലക്കാലമാണ് നമുക്ക് ദീനിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമുദായത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുക. അത് അനാവശ്യ കാര്യങ്ങളിൽ ആയി പോയാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം വലിയ നഷ്ടമായിരിക്കും. കുറച്ചാളുകൾ മതി. നമ്മൾ ഇസ്ലാഹി സെൻറ്റർ മനസ്സിലാക്കണം, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ മനസ്സിലാക്കണം. നമ്മൾ ഉയർന്ന് ചിന്തിക്കുകയും വലിയ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുകയും മനുഷ്യൻ്റെ നന്മ കാക്ഷിക്കുകയും ആ മനുഷ്യർക്കൊക്കെ യഥാർത്ഥത്തിലുള്ള ഖുർആൻ, സുന്നത്ത്, തൗഹീദ് ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ദൗത്യം. ആ ദൗത്യത്തിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കാൻ പിശാചുണ്ടാകും. അതെങ്ങനെയുണ്ടാകും? ഞാനിവിടെ 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പ്രസ്ഥാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി വന്ന സമയത്ത്, അതായത് ഏതാണ്ട് 2000-ൻ്റെ മുമ്പുള്ള ആ വർഷങ്ങളിലൊക്കെ നമുക്ക് ആർക്കും അറിയാത്ത കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വന്നു. അന്ന് ഇവിടുത്തെ വലിയൊരു പണ്ഡിതൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെയും പ്രതിക്കൂട്ടിലാക്കി നമ്മളെയും ബന്ധിപ്പിച്ചൊക്കെ പ്രചരണം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞു, നന്നായി പ്രവർത്തിച്ചു വരുന്ന ഇസ്ലാമിക സമൂഹം അത് ഇബ്ലീസിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഇബ്ലീസിൻ്റെ പണി അതിൽ നാശം ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. മുത്തഖീങ്ങളായ ആളുകളെ പിന്നിലാണ് ഇബ്ലീസ് വരുന്നത്. എന്താണ്? അതാണ് ഇബ്ലീസിന് ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ദീനിൻ്റെ മാർഗത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു പോവുക. ഒരാൾക്കെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിന്നാൽ അയാൾക്ക് ഖുർആൻ ഓതാൻ പോലും സമയം ഉണ്ടാവില്ല എന്നാണ്. ഒരു ചോദ്യം ചോദിക്കുന്നവന് 1 സെക്കൻഡ് മതിയാവും. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാൻ മണിക്കൂറുകൾ വേണ്ടി വരില്ലേ?
വേണ്ടി വരും. അത് എഴുതുകയാണെങ്കിൽ അതിനേക്കാൾ സമയം വേണ്ടി വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? നിങ്ങളുടെ ഇബാദത്ത് പോയി, നിങ്ങൾക്ക് ദീനീ സേവനം ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടു, എല്ലാമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ആളുകൾ എന്ത് പറയുന്നു, എന്ത് ചോദിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ശരിയായിരിക്കണം അത്. ആ കാര്യവുമായി നിങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ നോക്കൂ, കേരളത്തിൽ നമുക്കെല്ലാം വിഷമവും പ്രയാസവും വന്ന ഒരു സംഭവമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പുനഃസംഘടന. അന്നുണ്ടായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആർക്കും എതിരിൽ സംഘടിച്ചതല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ശരിയായി തോന്നുന്ന കാര്യത്തിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോയി. നമ്മളങ്ങനെ മുന്നോട്ട് പോയപ്പോഴേ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ഉള്ള നല്ലവരായ ആളുകൾ അവർ ഈ പ്രവർത്തനം ആവശ്യമാണെന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഡൽഹിയിൽ നമ്മുടെ സമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പുറമേയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ പറഞ്ഞു, ഈ മോഡലിൽ, ഇപ്പോൾ കേരളക്കാരാണ് അതിന് നേതൃത്വം നൽകിയത്, ഈ കേരള മോഡലിൽ ഒരു നവോത്ഥാന സംരംഭം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടാക്കണം, അത് നമ്മൾ കൂടി തരും. നല്ല തൗഹീദുള്ള ആളുകളാണ്, വലിയ ഷെയ്ഖുൽ ഹദീസ് എന്നൊക്കെ പറയുന്ന വലിയ ആലിമികളുടെ, പക്ഷേ അവർക്കൊരു വിഷൻ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഇസ്ലാഹി സെൻറ്റർ, നമ്മൾ ആദ്യം പറയാറുണ്ട്, ഈ സെൻറ്റർ എല്ലാവരുടേതുമാണ്. എല്ലാ ഇന്ത്യക്കാർക്കും മലയാളികൾക്കും ഇവിടെ വന്ന് ദീൻ പഠിക്കാനുള്ളതാണ്, എല്ലാവരെയും കുട്ടികളെ പഠിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ തന്നെ പോകണം നമ്മൾ. കാരണം എന്താണെന്നറിയോ, ഇത് നടത്തുന്നതിനൊരു കമ്മിറ്റിയും ഇതിൻ്റെ മതപരമായ കാര്യങ്ങൾക്ക് ഒരു രൂപവും നിർണയിച്ചിട്ടുണ്ട്. അത് ഉറപ്പാണ്, അത് പ്രശ്നമൊന്നുമില്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ. പക്ഷേ ഇതിൻ്റെ നന്മകൾ എല്ലാവർക്കും ഉള്ളതാണ്, ഇതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടേണ്ടതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു നിമിത്തമായിരിക്കും ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നത്. ഒരു നിമിത്തം. വെറുതെ ഈ സെൻറ്ററിൽ വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ ഫലമായിട്ട് ദീനിലേക്ക് വന്ന ആളുകളുണ്ട്. എനിക്കറിയാം, ഇപ്പോൾ കുവൈറ്റിലെ ഇസ്ലാഹി സെൻറ്റർ സംഘടിപ്പിക്കുന്ന പെരുന്നാൾ ദിവസത്തിലെ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ വന്ന ആളുകൾ വെറുതെ കിടന്നുറങ്ങാനല്ലേ, സുബഹിസ്കരിച്ച് പെരുന്നാൾ നിസ്കരിച്ച്, ഗൾഫിൽ അങ്ങനെയാണല്ലോ, വേറൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആരോ പറഞ്ഞു ഇസ്ലാഹി സെൻറ്ററിൽ എന്താ കമ്പവലിയുണ്ട്, ഓട്ടമുണ്ട്, ചാട്ടമുണ്ട്, കാരണം അതിന് താല്പര്യമുള്ളവർ പോയി നോക്കിയാൽ പോയപ്പോഴാണ് അവിടെ കാണുന്നത് ഖുർആൻ പരിഭാഷ ഉണ്ട്, അവിടെ CD-കളുണ്ട്, അതുണ്ട്. അങ്ങനെ പിന്നെ അവരതുമായി ബന്ധപ്പെട്ടു, അവരെ കുട്ടികൾ വന്നു, അവരെ ഭാര്യമാർ വന്നു, ആ ഒരു കുടുംബങ്ങൾക്ക് ദീനുണ്ടാകുന്ന അവസ്ഥയാണ്. എന്നോട് ഒരു സുഹൃത്ത് ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് പാളയം മൊയ്തീൻ പള്ളിയിൽ, ആ പള്ളിയിൽ ജുമാക്ക് വരുന്ന ആരാ? ഒരു 3000-4000 ആളുകൾ ജുമാക്ക് വരും. നാടൻ മനുഷ്യന്മാർ, ഒരു പ്രസ്ഥാനത്തോടും പ്രത്യേക ബന്ധമില്ലാത്ത ആളുകൾ. ഇനി അല്ലെങ്കിൽ തന്നെ ഈ പള്ളി നടത്തുന്ന അല്ലെങ്കിൽ ഹുത്ബ നടത്തുന്ന അവരുടെ പ്രസ്ഥാനത്തോടൊന്നും ബന്ധമുള്ള ആളുകളല്ല. ഒരാൾ അവിടെ ജുമാക്ക് കുറേ കാലം വന്ന് എന്നെ പരിചയപ്പെട്ടു, അവളെ വീട്ടിൽ വിളിച്ചു കൊണ്ടുപോയി എന്നെ ഭക്ഷണമൊക്കെ തന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സന്തോഷം പറഞ്ഞെന്താണെന്നറിയാം. അദ്ദേഹം കോഴിക്കോട് പാളയത്ത് ഒരു കച്ചവടം നടത്തുന്ന ആൾ, ടെക്സ്റ്റൈൽസ്. അദ്ദേഹം ജുമാക്ക് പോകുന്നത് ഈ പള്ളിയുടെ മുമ്പിലൂടെ വേറൊരു പള്ളിയിലേക്കാണ്. കാരണം ഇവിടെ മലയാള ഹുത്തുബ ആയതുകൊണ്ട് മലയാള ഹുത്തുബ ശരിയാവില്ല, ആ ജുമാ ശരിയാവില്ല. മാത്രമല്ല മുജാഹിദ് പള്ളിയിൽ എന്താണ് അങ്ങാടി നിലവാരമൊക്കെയാണ് ജുമയെ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ജുമാ നഷ്ടപ്പെടുത്തിക്കൂടല്ലോ, നല്ല ഒരു ബോധം കൊണ്ട് അദ്ദേഹം പള്ളീന് മുമ്പ് കൂടെ ബൈക്ക് ഓടിച്ചു പോകലാണ് അത്രേ. അപ്പോൾ ഒരു ദിവസം ഇയാൾ പറയാണ്, ഭയങ്കര മഴ പെയ്തു. മഴ പെയ്തപ്പോൾ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ വയ്യാതായപ്പോൾ ഇനി അങ്ങാടി നിലവാരമാണെങ്കിൽ അതാവട്ടെ വെച്ചിട്ട് അവിടെ നിർത്തി ഈ പള്ളിയിൽ ജുമാക്ക് വന്നതാ. അതിനുശേഷം അയാൾ മരിക്കോളും ആ പള്ളിയിലാണ് ജുമാക്ക് വന്നതെന്ന്. അയാൾക്ക് മനസ്സിലായി ഇത് അങ്ങാടി നിലവാരമൊന്നുമല്ല, ഇത് ഖുർആനാണ്, ഇത് സുന്നത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സംഗതി അറിയാനാണ്. അങ്ങനെ അയാൾ ആ പള്ളിയിൽ വരാൻ തുടങ്ങി, അയാളുടെ മക്കൾ വരാൻ തുടങ്ങി, അയാളുടെ ഭാര്യ വരാൻ തുടങ്ങി. ഞാൻ പറയുന്ന ഒരു നിമിത്തം, ഈ ഇസ്ലാഹി സെൻറ്ററിൽ ആളുകൾ വന്നിട്ടുള്ളത് എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കാം, ഭൗതികമായ ആവശ്യത്തിനായിരിക്കാം, കുട്ടികളുടെ പ്രശ്നത്തിനായിരിക്കാം, വിസ ശരിപ്പെടുത്താനായിരിക്കാം, ജോലി ഉണ്ടോ എന്ന് ചോദിക്കാനായിരിക്കാം. എന്താണെങ്കിലും ആ വരുന്ന മനുഷ്യന് ഇസ്ലാമിൻ്റെ ശരിക്കുള്ള ആദർശത്തിലേക്ക് എത്തി വരാൻ, ഖുർആൻ പഠിക്കാൻ താല്പര്യമുണ്ടാകാൻ ഇത് കാരണമാണെങ്കിൽ മാത്രമേ നമ്മുടെ ദൗത്യം പൂർത്തിയായി എന്ന് പറയാൻ കഴിയുള്ളൂ. അല്ലാണ്ട് 4 മുജാഹിദീങ്ങൾ വെള്ളിയാഴ്ച ഇവിടെ ഒരുമിച്ച് കൂടി ഒരു ഖുർആൻ ക്ലാസ് കേട്ട് ഭക്ഷണവും കഴിച്ച് പിരിഞ്ഞു, അതിലൊന്നും ഒരു ദീനി ദാവത്തായി എന്ന് പറയാൻ കഴിയില്ല. ദാവത്ത് എന്ന് പറയുന്നത് ആളുകളോട് ഇഷ്ടത്തോടു കൂടി സ്നേഹത്തോടു കൂടി നമ്മൾ അവരെ ക്ഷണിക്കുന്നതിനാണ് ദാവത്ത് എന്ന് പറയാം. ഇപ്പം കാണുന്നത് വേറെ കോലത്തിലാണ്, വേണമെങ്കിൽ കേട്ടോളെ എന്ന്, അത് ദാവത്ത് എന്ന് പറയും. ഇൻവിറ്റേഷനാണ്. ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്നേഹപൂർവ്വമുള്ള ക്ഷണത്തിനാണിത് പറയുന്നത്. അപ്പം സ്നേഹം കൊണ്ടാണ് ദാവത്ത് ഉണ്ടാവേണ്ടതും. എന്താ, നമ്മൾ ഒരാൾ കഷ്ടപ്പെടുമ്പോൾ ആ കഷ്ടപ്പെടുന്ന ആളെ സഹായിക്കുന്നത് സ്നേഹം കൊണ്ടാണല്ലോ. ഒരാൾക്കൊരു ആപത്ത് വരും എന്ന് നമ്മൾ കണ്ടാൽ നമ്മൾ മുൻകൂട്ടി അത് പോയി പറയുന്നത് എന്തിനാണ് പറയുന്നത്? അയാൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളത് കൊണ്ടാണ്.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഇസ്ലാമിൻ്റെ കാര്യം പറയുന്നതും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹമുള്ളതാണ്. നിങ്ങൾ എൻ്റെ അയൽവാസിയാണ്, അല്ലെങ്കിൽ കുടുംബക്കാരനാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരാളാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെയാണോ ദഅവത്ത് നടക്കുന്നത്? അങ്ങനെ ആവണ്ടേ? സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഇഷ്ടം കൊണ്ടും. അങ്ങനെയാണ് ദഅവത്ത് എന്ന് വരുമ്പോഴാണ് ദഅവത്ത് ആകർഷകമാകുക. അങ്ങനെ ആകുമ്പോഴാണ് ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കുക. അങ്ങനെ ആകുമ്പോഴാണ് അത് ഉൾക്കൊണ്ട മനുഷ്യന് സ്വയം അഭിമാനം തോന്നും. ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്, ഞാൻ കൊണ്ടു നടക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച അന്തസ്സുള്ള ഇമേജുള്ള ഒരു ആദർശമാണ്. ഇന്ന് മുസ്ലിം ലോകം അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്താ? വലിയ പ്രശ്നം അവരുടെ ഏറ്റവും പിന്നോക്കമായ അവസ്ഥ, ദാരിദ്ര്യം, അതുമാതിരി പിന്നെ വിവരമില്ലായ്മ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഘർഷം. ഒരേ രാജ്യത്ത് തന്നെ എല്ലാ മുസ്ലിം പ്രദേശങ്ങളിലും അനുഭവിക്കുന്ന പ്രശ്നം. ഈ പ്രശ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മുടെ പുതിയ തലമുറ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ. അല്പം പ്രയാസമുള്ള സംഗതിയാണ്. ആകർഷകമായി ഒന്നുമില്ലാതിരിക്കുകയും മുമ്പിൽ ശൂന്യത അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ പുതിയ തലമുറ എങ്ങനെ ഇതിൻ്റെ കൂടെ നിൽക്കും? അങ്ങനെ ഇതിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം ഈ ആദർശം പവിത്രമാണെന്നുള്ളതാണ്. നമ്മളിതിൻ്റെ കൂടെ നിൽക്കുന്നത് ഇന്ന രാജ്യത്തെ കണ്ടിട്ടല്ല, ഇന്ന പ്രസ്ഥാനത്തെ കണ്ടിട്ടല്ല, ഇന്ന മൗലവിയെ കണ്ടിട്ടില്ല. ഈ ആദർശമാണ് വലുത് എന്നുള്ളതാണ്. ആ ആദർശത്തെക്കുറിച്ചുള്ള ചർച്ചകൾ എവിടെ നടത്തിയാലും നമ്മുടെ പുതിയ തലമുറയ്ക്ക് സന്തോഷമുണ്ടാകും. കാരണം എന്താ? ലോകം ഇന്ന് ആലോചിക്കുന്നത് തിരിച്ചുവരവ് മുഴുവൻ ഇസ്ലാമിലേക്കാണ്. തിരിച്ചുവരവ് മുഴുവൻ ഇസ്ലാമിലേക്കാണ്. ഇസ്ലാം എന്ന് പറയുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നോക്കൂ, എവിടെയാ ഇസ്ലാമിൻ്റേതല്ലാത്തൊരു കാര്യം? ഇപ്പോൾ കഴിഞ്ഞ 7-ാം തീയതി ലോക ആരോഗ്യ ദിനമായിരുന്നു. അന്ന് വന്നിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിൾ ഞാൻ നോക്കി. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക്കേഷൻ, അതുമാതിരി പിന്നെ ലോകാരോഗ്യ സംഘം WHO അവർ കൊടുത്തിട്ടുള്ള പരസ്യങ്ങൾ, അതിലൊക്കെ പറയുന്നത് ഹദീസിലും പിന്നെ ഖുർആനിലും ഹദീസിലുള്ള കാര്യങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് അന്ന് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. എന്താ ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞത്? ജീവിതശൈലി രോഗങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് ഒരു പ്രശ്നം. ശരീരത്തിന് ദോഷം ചെയ്യുന്ന ഭക്ഷണം കഴിക്കരുതെന്ന് ഖുർആനിലുണ്ടല്ലോ. ഹലാലും തയ്യിബുമാവണം ഭക്ഷണം കഴിക്കുന്നതെന്ന്. ആ തയ്യിബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, ദോഷം ചെയ്യാത്ത, ഉപകാരപ്പെടുന്ന, പോഷകമുള്ള, വിഷമില്ലാത്ത സാധനം അതേ കഴിക്കാവൂ എന്നുള്ളത് ഇസ്ലാമിൻ്റെ നിയമമാണ്. ഇപ്പം അത് നമ്മൾ ലോകാരോഗ്യ സംഘടന പഠിപ്പിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ അമിതാഹാരം വലിയൊരു വിഷയമാണല്ലോ അല്ലേ? എന്താണ്? യു ആർ വാട്ട് യു ഈറ്റ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ എന്താണോ നിങ്ങൾ തിന്നുന്നതാണ് എന്നാണ്. അപ്പം നിങ്ങൾ തിന്നുന്ന സാധനം നല്ലതായിരിക്കണം, അതുപോലെ തന്നെ നിങ്ങൾ തിന്നുന്നത് ആവശ്യത്തിനായിരിക്കണം. അത് ഹദീസാണല്ലോ, അത് ഹദീസാണ്. പിന്നെ അതുമായി പറഞ്ഞ് ജീവിതശൈലി രോഗങ്ങളിൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ ഉറങ്ങണം. എത്ര സമയം ഉറങ്ങണം എന്നുള്ളത് ഇപ്പോൾ രണ്ടാമത് പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ ഉറക്കം മാറ്റി വെച്ച് പണിയെടുത്ത് തുടങ്ങിയതാണ്. കുട്ടികളെ വായിപ്പിച്ചിരുന്ന ഉറക്കം മാറ്റി വെച്ചിട്ടാണ്. നമ്മൾ കളി കണ്ടിരുന്ന ഉറക്കം മാറ്റി. ഇപ്പോൾ പറയുന്നതെന്നറിയോ? ശരീരം സ്വയം റിപ്പയർ ചെയ്യാണ് രോഗങ്ങളെ. അതിന് ഉറങ്ങണം എന്നാണ്, വിശ്രമിക്കണം എന്നാണ്. അതുപോലെ തന്നെ മാനസികമായ ഉല്ലാസമുണ്ടാകണം എന്നാണ്. മാനസിക ഉല്ലാസം ഇപ്പോൾ മെഡിറ്റേഷൻ വന്നല്ലോ. ഇപ്പോൾ ഒരു കാലത്ത് ഇബാദത്ത്, ആരാധന എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു അന്ധവിശ്വാസം എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം മെഡിറ്റേഷൻ തുടങ്ങി. അതിന് പുതിയൊരു പേരും പുതിയൊരു രൂപവും കൊടുക്കുന്നു എന്നല്ലാതെ കോൺസെൻട്രേഷൻ ഉണ്ടാവാൻ, മനഃശാന്തി ഉണ്ടാകാൻ, മനസ്സിന് ഏറ്റവും ശാന്തത ലഭിക്കാനുള്ള വഴികൾ, ആ വഴികൾ ഉണ്ടാവണമെന്ന് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. എല്ലാ ദിനങ്ങളും അങ്ങനെയാണ് വരുന്നത്. വൃദ്ധദിനമായാലും വനിതാ ദിനമായാലും ശിശുദിനമായാലും എന്തെല്ലാം ദിനങ്ങൾ അല്ലേ? ക്യാൻസറിനെതിരെയുള്ള ദിനമുണ്ട്, എയ്ഡ്സിനെതിരെയുള്ള ദിനമുണ്ട്, പുകവലി വിരുദ്ധ ദിനമുണ്ട്. എന്ത് നോക്കിയാലും അതൊക്കെ ഇസ്ലാമേ അതിൽ പറയാനുള്ളൂ, ഇസ്ലാം അല്ലാത്തൊന്നുമില്ല. അപ്പം അത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പുതിയ തലമുറയിൽ പറഞ്ഞു കൊടുക്കാവുന്ന ഈ പറഞ്ഞത് റസൂലുള്ള പറഞ്ഞതാണ്, ഈ പറഞ്ഞത് ഖുർആനിൽ വന്നിട്ടുള്ളതാണ്, ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെ നിയമങ്ങളാണ്. അത് മതി. അതുകൊണ്ട് നമുക്ക് മെച്ചമുണ്ടാകും. പിന്നെ നമുക്ക് ഒരു വെല്ലുവിളിയുമാകാം. എന്താ വെല്ലുവിളി? ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതായിട്ടുണ്ടോ? വെല്ലുവിളിക്കാം നമുക്ക്. ഇല്ല. ഇസ്ലാമിൽ നിയമമായ ഒരു കാര്യവും മനുഷ്യർക്ക് ദോഷമില്ല. ഇസ്ലാം ഹറാമാണെന്ന് പറഞ്ഞ എല്ലാ കാര്യവും മനുഷ്യന് ദോഷമുണ്ടാക്കുന്നതുമാണ്. പോരെ? ഇതാണ് കൊണ്ടു നടക്കേണ്ടത്, ഇതാണ് മനുഷ്യന് പറ്റിയത് എന്നുള്ളതിന് ഇപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഏരിയ വളരെ വലുതാണ്. ഒന്നിലധികം ആളുകൾ കൂടി
ചിന്തിച്ചുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ കുറേ കഴിയുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ പരസ്പരം ബഹുമാനവും സ്നേഹവും ഇഷ്ടവും നിലനിർത്തിയിട്ട് ഓരോരുത്തർക്ക് ശരിയായ വഴിയിലൂടെ പ്രവർത്തിച്ച് പോകാവുന്നതുമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യം, വളരെ വിശാലമായ ഒരു രാജ്യം, കേരളം പോലുള്ളൊരു പ്രദേശം, ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുണ്ട് തൗഹീദിന് വേണ്ടി. തൗഹീദ് അംഗീകരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. മറ്റ് വിഷയങ്ങളിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ ഉണ്ടായാലും ശരി, അതിൻ്റെയും അപ്പുറത്ത് വിഷയാധിഷ്ഠിതമായൊരു സഹകരണം ഉണ്ടാകണം. പല വിഷയങ്ങളിലും നമുക്ക് വിഷയാധിഷ്ഠിതമായി സഹകരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് മുഴുവൻ വിഷയങ്ങളിലും എല്ലാവർക്കും ഒരുപോലെ ഒരേ വിഷയം സ്വീകരിക്കാൻ കഴിയില്ലെങ്കിലും ഇന്ന വിഷയത്തിൽ നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം, അല്ലേ? ഒരു പ്രദേശത്തൊരു തൊഴിൽശാല ഉണ്ടാക്കണം. ആ തൊഴിൽശാലയിൽ യാതൊരു അഖീദയും യാതൊരു ഇബാദത്തും അവിടെ വിഷയമല്ല, ജനങ്ങൾക്ക് തൊഴിൽ പഠിപ്പിക്കല എങ്കിൽ ആ വിഷയത്തിൽ സഹകരിക്കുന്നവരെ സഹകരിപ്പിച്ചുകൂടെ? ഒരു പ്രദേശത്ത് ഒരു പുതിയ മദ്യഷാപ്പ് വരുന്നു, അത് നാട്ടിനും ദോഷമാണ്. അതിനെതിരെ ഒരു പ്രതികരിക്കേണ്ട ഒരു വേദി ഉണ്ടാക്കുമ്പോൾ അത് എൻ്റെ സംഘടനയിൽപ്പെട്ടവരാണെന്നും എൻ്റെ ദീനിൽപ്പെട്ടവരാണെന്നൊന്നുമില്ല, മദ്യം ദോഷമാണെന്ന് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയണം. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പ്രവർത്തനം ആദ്യകാലത്ത് എന്നും നമ്മൾ അറിയണം. ആ നിലക്ക് വളരെ ശാസ്ത്രീയവും പുരോഗമനപരവും മനുഷ്യോപകാരപ്രദവുമായ നിലയിൽ നമ്മൾ പ്രവർത്തനങ്ങൾ അജണ്ടകൾ തയ്യാറാക്കി മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് ഇന്ന് ഈ നമ്മുടെ ഈ കൂടിച്ചേരലിൽ എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം അവൻ്റെ മാർഗത്തിലുള്ള ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.